കേരളത്തിലെ ലഹരി മാഫിയകൾക്ക് പേടി സ്വപ്നമായി മാറി ഓപ്പറേഷൻ തൂഫാൻ. ശാന്തൻപാറയിൽ ലഹരി വസ്തുക്കളുടെ വിപണന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കട JCB ഉപയോഗിച്ച് പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് ശാന്തൻപാറ പോലീസ് തങ്ങളുടെ അസാധാരണ നടപടിക്ക് തുടക്കമിട്ടത്. ഇതോടെ ലഹരി കടത്തുകാർക്കും മാഫിയ സംഘങ്ങൾക്കും വലിയ താക്കീതാണ് പോലീസ് നൽകിയിരിക്കുന്നത്. പൂപ്പാറ ടൗണിൽ പ്രവർത്തിച്ചിരുന്ന വഴിയോരക്കട കേന്ദ്രീകരിച്ച് വ്യാപകമായ ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ശാന്തൻപാറ ഇൻസ്പെക്ടർ ശരത് ലാൽ എസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം രംഗത്തിറങ്ങിയത്. പൂപ്പാറ മുടുക്കുടി സ്വദേശി ഈശ്വരൻ നടത്തിയിരുന്ന കടയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ തകർത്തുകളഞ്ഞത്. നേരത്തെ ഈ കടയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിരുന്നുവെങ്കിലും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിക്കാൻ പ്രതി ശ്രമിച്ചിരുന്നു. കട ഒഴിയാൻ പോലീസ് നോട്ടീസ് നൽകിയെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഉത്തരവ് സമ്പാദിക്കാനാണ് പ്രതി ശ്രമിച്ചത്. എന്നാൽ ലഹരി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്ന നിയമ സംരക്ഷണം അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ശാന്തൻപാറ പോലീസ്. പ്രതിയുടെ പഴയകാല ലഹരിക്കടത്ത് കേസുകളെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ സഹിതം പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പ്രതി സ്ഥിരമായി ലഹരി വിൽപ്പന നടത്തുന്നയാളാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞു. ഇതോടെ മുൻ ഉത്തരവ് റദ്ദാക്കി കട പൊളിച്ചു നീക്കാൻ കോടതി അനുമതി നൽകുകയായിരുന്നു. ഈ നടപടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കർശനമായ നിർദ്ദേശങ്ങളുടെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യവും പിന്തുണയും ഇത്തരം വമ്പൻ നടപടികൾക്ക് വലിയ കരുത്താണ് പകരുന്നത്. ഇതേപോലെ ചെന്നിത്തല മുന്നോട്ടു പോവുകയാണെങ്കിൽ ലഹരി മാഫിയകൾക്കിനി കേരളത്തിൽ ഉറക്കമില്ലാത്ത രാവുകളാകും. ഇനി അന്വേഷണം ലഹരി മാഫിയകളുടെ വമ്പൻ കണ്ണികളിലേക്കും JCB നീങ്ങണം. പ്രത്യേകിച്ച് കൊച്ചിയിലെ ലഹരി വിപണി നിയന്ത്രിക്കുന്ന രണ്ടക്ഷരക്കാരന്റെ കേന്ദ്രങ്ങൾ തകർക്കാൻ ആഭ്യന്തര വകുപ്പ് ധീരമായ തീരുമാനം എടുക്കണം. വെറും ചെറിയ കടകൾ മാത്രമല്ല, മാഫിയയുടെ വമ്പൻ സാമ്രാജ്യങ്ങൾ തന്നെ ഓപ്പറേഷൻ തൂഫാന് മുന്നിൽ തകർന്നു വീഴണം. അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തിനെതിരെയും ഒരു സംയുക്ത നീക്കം ആവശ്യമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടിയുണ്ടെങ്കിൽ ലഹരി മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് സാധിക്കും. ഈ ലക്ഷ്യത്തിലേക്ക് അന്വേഷണം നീങ്ങിയാൽ അത് ചരിത്രപരമായ നേട്ടമായിരിക്കും. പഞ്ചായത്ത് അധികൃതരുമായി സഹകരിച്ച് വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പോലീസ് കട പൊളിച്ചു മാറ്റിയത്. ലഹരി വിൽപ്പന നടത്തുന്ന കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നിയമ നടപടികൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ ശരത് ലാൽ മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേര് അന്വർത്ഥമാക്കും വിധം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ തുടർന്നും സമാനമായ നടപടികൾ സ്വീകരിക്കുമെന്നത് ലഹരി മാഫിയകൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ്.